ബാലൻസ് തെറ്റിക്കരുത്. വാസു നല്ല പിടിച്ചോളാം. ആ നല്ല സ്ഥലം അല്ലേ? ആ മുന്തിയ സ്ഥല. ഞങ്ങൾ കൊടൈക്കനാലിലേക്കാ വേണം. നീ നല്ല പിടിച്ചാ മതി കേട്ടോ. പിടി നല്ല തലടിച്ച് നശിപ്പിച്ച്. ഞാൻ 100 തവണ പറഞ്ഞിട്ട് ബാലൻസ് തെറ്റിക്കരുത്, ബാലൻസ് തെറ്റിക്കരുതെന്ന്. ചിരിക്കല്ല, ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി. എനിക്ക് പറഞ്ഞ പോലെ മനസ്സിലായെന്ന്. മനസ്സിലായി. എന്തെന്ന്? നമ്മള് ബാലൻ സാറിന്റെ വീട്ടിൽ പോവാണെന്നല്ലേ പറഞ്ഞത്? മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? നമ്മള് ബാലൻ സാറിന്റെ വീട്ടിലേക്കല്ല പോണത്, അനന്തൻ സാറിന്റെ വീട്ടിലേക്കാ. അനന്തൻ സാറിന്റെ വീട്ടിലേക്കാണ് പോണേന്ന്. അതൊക്കെ പറഞ്ഞാ പോരെ? നമ്മൾ അനന്ത സാറിന്റെ വീട്ടിൽ പോയല്ലേ? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഗുഡ് മോർണിംഗ് സാർ. ഇത് മിസ്റ്റർ വാസു. അതിന് ഞാനെന്ത് വേണം? സാറ് പറഞ്ഞിരുന്നല്ലോ ഒരു സർവൻ കം ഹൗസ് കീപ്പർ വേണമെന്ന്. കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ അവന്. അതെ സാർ. സാർ ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് വാ. നീ എന്തിട്ട് അതേന്ന് പറഞ്ഞേ? എന്നെ കണ്ടാൽ നല്ല ലക്ഷണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ഇല്ലേ? എടോ, കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലായി പോകും. ലൈഫ് ബൈ സോപ്പാ? ചന്ദ്രിക സോപ്പ്. എത്ര എണ്ണം? ഇങ്ങോട്ട് പറ. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നേ. തനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ വരുന്ന വഴിക്ക് സൈക്കിൾ ചോറും കറി അസലായിട്ട് ഉണ്ടാക്കൂ. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? 25 വയസ്സ് മിലിറ്ററി ക്യാൻറ്റീനിലായിരുന്നു. പറയുമ്പോ ഒക്കെ പറയണല്ലോ. ആള് കൊള്ളാവുന്നവനാണ്, അവിവാഹിതനാണ്, വിശ്വസിക്കാം. പിന്നെ ഒരു ചെറിയ കുറ്റം, ഒരു മൈനസ് മിസ്റ്റേക്ക്. എന്താ വെച്ചാൽ ചെവിട് ലേശം പതുക്കെ കേൾക്കൂ. അത് ഈ മിലിറ്ററിയിലാണ് സമയത്തെ ഈ ബോംബും വെടിയലും കൂടി മാറി 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 പൊട്ടി ഒച്ച കേട്ടിട്ട് ഇത് പോയിപ്പോയതാ. അത് ചിലർക്കൊക്കെ ഉണ്ടാവും, എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലേ? ഒന്നുമില്ല, നീ പോയി ചായ ഉണ്ടാക്ക്. അപ്പൊ ജോലി ഉറച്ചാ? നീ പോയി ചായ ഉണ്ടാക്ക്. ആള് പാവാണ്. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മോങ്ങാതെ കുട്ടി, മോങ്ങാതെ. കൃത്യമായി ഫീസ് തരുന്നവർക്ക് ഇനി സനാതന കോളേജിൽ പ്രവേശനമുള്ളൂ. ഇത് എന്തത് പിള്ളേരിയ? അന്ന് മാഷ് അമ്മയടുത്ത് പറഞ്ഞില്ലേ കിട്ടുമ്പോ തന്നാ മതിന്ന്? അയ്യോ, അതന്ന് അന്ന് ക്ലാസ് കുട്ടികളില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കയ്യും കാലൊക്കെ പിടിച്ച് എങ്ങനെയോ ദൈവസഹായം കൊണ്ട് ഞാനൊരു വിധത്തിലത് ഒപ്പിച്ചെടുത്ത്. അന്നത്തെ കോളേജാണോ ഇന്ന്? അന്റെ മാഷ് വന്നതിന് ശേഷം കുട്ടികൾ ഡബിൾ ഫീസ് ആയിട്ട് ഇങ്ങനെ ക്യൂ നോക്കുക ഈ സനാതനത്തിലോട്ടൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ. സർ, ഒരാഴ്ചത്തെ അവധി. നോ നോ നോ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. അതുപോലെ തന്നെ ഫീസിന്റെ കാര്യത്തിൽ ഡബിൾ സ്ട്രിക്റ്റാ. അതെന്റെ ജന്മ സ്വഭാവ. നിങ്ങൾക്കിപ്പോ ഇത്, എനിക്ക് അതല്ല തലവേദന. പല മന്ത്രിമാരും റെക്കമെൻഡേഷന് വേണ്ടി ഫോൺ ചെയ്താ ഞാൻ എന്ത് ചെയ്യുന്നേ? എന്താ രാധ എന്തിനാ കരയുന്നത്? മാഷ എന്നെ പറ. ഈ കുട്ടി 3 മാസമായി ഇവിടെ ഫീസ് തന്നിട്ട്. അല്ല, ഞാൻ അറിയിച്ച് ചോദിക്കാണ്, ഈ കുട്ടിക്ക് എന്താ ഈ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ടോ? മാസം നിങ്ങൾക്ക് ഞാൻ എണ്ണി തരണ്ടേ ശമ്പളം? എന്താ ഫീസ് കൊടുക്കാത്തത്? ഇതെന്താ ധർമ്മസ്ഥാപനം വല്ലതും ആണോ? അതുപോലെ അറിയത്തില്ല. ഒന്നും കൂടി ചോദിക്കും. ഞാൻ ഉണ്ട്. സർ, വീട്ടിലെ കാര്യം വളരെ കഷ്ടമാണ്. അമ്മയ്ക്ക് ഇപ്പൊ കമ്പനി പണിയില്ല. അച്ഛൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. സാർ, ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് രാധ. ഓ, ഞാനതിന് എതിരൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഫീസ് തരുന്നില്ലല്ലോ. രാധയുടെ ഫീസ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. കുട്ടി ക്ലാസ്സിൽ പോ. മാഷേ ഇത് വേണം. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഫീസ് വേണ്ടേ? അത് വേണം. എന്റെ പെണ്ണാണ് കാശ് എടുക്കാൻ ഇയാളായിടാ. ഇന്നും നീ ഞാൻ കൊല്ലു കഴുകല്ലേ. എന്നെ അടിച്ചാലുണ്ടല്ലോ. നീ എന്താ വിളിച്ചത്? തള്ളേന്നാ? കിളവി തള്ളേന്നാ? ഇനി നീ എന്റെ കടയിൽ കാലെടുത്ത് കുത്തിയ നിന്റെ മുട്ടി ഞാൻ തെല്ലടിക്കും. അമ്പട ഇറങ്ങി പോടാ. നീ എന്നെ പിരിച്ചുവിടാൻ പോവാ? അല്ലട, നിന്നെ അകത്ത് പിടിച്ചിരുത്താൻ. കിഴവി, ഈ കട ഞാൻ പൂട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് വകച്ചെന്നല്ല, എന്റെ അച്ഛൻ കുടിച്ചെന്നല്ല. നിന്റെ തന്തമാരെ കൂട്ടിയിട്ട് പോടാവുന്നു. നീയും നിന്റെ ഒരു തൊഴിലാളിയായിരിക്കും. തെണ്ടി. എന്താ ഇവിടെ ഒരു ബഹളം? ഒരു ചായ എടുത്തറാലമേ. എന്നാൽ എന്റെ മാഷക്കറിയോ, നുള്ളി പെറുക്കി ഞാൻ 3-4 പന്നികളെ മേടിക്കാൻ വെച്ചിരുന്ന കാശ് ആ നായിന്റെ എല്ലാം എടുത്തിട്ട് പോയി. പിള്ളേരെ സൂക്ഷിച്ചു നിർത്തണം. എന്നാൽ എന്റെ ഈ കോളേജിലെ ഇത്രയും തലതെറിച്ച പിള്ളേരെ മാഷ് ഒറ്റയ്ക്ക് നിലയ്ക്ക് നിർത്തി കളഞ്ഞല്ലോ. ചായ വന്നില്ല.
ചായ ഇപ്പൊ തരാം. ആദ്യം ഈ പഴം തിന്ന്. അയ്യോ എന്റെ കർത്താവ്, എന്തായി കാണുന്നത്? എന്റെ കടയുടെ മുമ്പിൽ നിന്ന് കുറയ്ക്കാതെ പോവില്ലാണ് അവിടുന്ന്. നിങ്ങൾ എന്തിനാ മക്കളെ പിരിച്ചുവിട്ടത്? പണം മോഷ്ടിച്ചതിന്. ഇവിടെ ചോദിക്കാൻ പറയാൻ യൂണിയൻ ഉണ്ട്. നീ എന്തിന്റെ യൂണിയൻ? അത്രയ്ക്കായി അയ്യോ എന്റെ ഈശോ, എല്ലായിടത്തും വെളിയേറിയടാ. അയ്യോ എന്റെ കട എന്റെ ഈശോ, അത് തന്നെ പോയി അവിടെ. പിന്നെ രാധ പറയുന്ന എന്റെ വീടൊരു കൊട്ടാരം പോലെ ഉണ്ടെന്നാ. ദുബായിലുള്ള എന്റെ ബംഗ്ലാവ് വെച്ച് നോക്കുമ്പോ ഇത് അതിന്റെ ഒരു കുളിമുറിയുടെ അത്രേ ഉള്ളൂ. ആദ്യായിട്ടല്ലേ അവൾ അതുപോലത്തെ വീടൊക്കെ ചുറ്റി കണ്ടത്. പിന്നെ അമ്മായി, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അവിടെ വരാം. അത് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. അമ്മായി, എനിക്കപ്പോ ചായ. അയ്യോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം മോനെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ രാധ സത്യം പറയും. എന്നെ വിവാഹം കഴിക്കാൻ രാധ ഇഷ്ടം. രാധ എനിക്ക് വേണ്ടി ചെന്ന ഏറ്റവും വലിയ ത്യാഗമായിരിക്കും. മോനെ മധുരം കൂടുതൽ വേണോ? ശകലം കൂട്ടിയിട്ടോ. ഇല്ല മാഷെ, ഞാൻ കുറെ ചോദിക്കാൻ വിചാരിക്കുന്നേ. നിങ്ങൾക്ക് നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറയണേ? എന്നാ അവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ആ ആലോചിക്കുന്നുണ്ട്. ഇത് എത്ര കാലം ആലോചിക്കും? പിന്നെ വേണ്ടിയില്ല നല്ലൊരു കൂട്ടുണ്ടെങ്കിൽ ഉള്ളത് ഹാഫ് പൊട്ടനും. ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇമ്മ പെണ്ണോണ്ടരും, ഞാൻ കെട്ടൂല, വേണ്ടെന്നറിയും. ബാപ്പ പെണ്ണോണ്ടരും, ഞാൻ വേണ്ടെന്നറിയും, കെട്ടൂല. പിന്നെ അമ്മയും ബാപ്പയും കൂടി കൊണ്ടുവന്ന്, അത് പിന്നെ നമ്മളെ കുടുംബക്കാരെ തന്നെ. ഞാൻ കെട്ടിയില്ല. ഓളെയാണ് നമ്മൾ വക്കീൽ ഇബ്രാഹിം ഇപ്പൊ കല്യാണം കഴിച്ചത്. പിന്നെ ഞാൻ കെട്ടി നമ്മളെ ജമീലനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കെട്ടിയതല്ല, അത് ഞാൻ കുടുങ്ങിപ്പോയതാ. ഈ ജമീലക്ക് ഞാനൊരു പിയാപ്പള ഉണ്ടാക്കി. കല്യാണത്തിന്റെ അന്ന് പിയാപ്പള വന്നില്ല. അവസാനം നഷ്ടം ഞാൻ കൊടുക്കുന്ന ഇവിടെ ബാപ്പയും കൂടി എന്നെ പിടിച്ചേച്ചി. ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കാൻ? അങ്ങനെ ഞാൻ കെട്ടി തന്നെ, അങ്ങനെ കെട്ടിപ്പോയതാ. കാര്യം എന്താ കാര്യം കുറ്റം പറഞ്ഞോളൂ കേട്ടോ. ഇവള് വന്നതിന്റെ ശേഷമാണ് എനിക്ക് ഈ കണ്ടു കാണപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതും ഞാനൊരു നിലയിൽ എത്തിയതും. അല്ല, നിങ്ങൾക്കൊരു നിലയിലൊന്നും എത്തണ്ടേ? ഒരു കല്യാണം ഒന്നും കഴിക്കണ്ടേ? ആര്? അമ്മ. നമ്മുടെ കല്യാണോ? ആ അമ്മ പറഞ്ഞല്ലോ. അമ്മ പറഞ്ഞെങ്കിലേ നിന്നെ കെട്ടുന്ന അമ്മയായിരിക്കും. ചെന്ന് പറഞ്ഞേക്ക്. എപ്പോഴും ഈ തമാശ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നിന്നെ കെട്ടാ എനിക്ക് മനസ്സില്ല. അല്ലട്ടാ എടീ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു M.Com കാരൻ, സുന്ദരൻ. നീയോ 8ാം ക്ലാസ്സും ഗുസ്തിയും. പഠിപ്പും സൗന്ദര്യവും ഉള്ള 100 കണക്കിന് പെമ്പിള്ളേര് ലക്ഷങ്ങളുമായിട്ട് എന്റെ പിന്നാലെ ക്യൂ നിൽക്കുകയാണ്. പിന്നല്ലേ ഈ പട്ടിക്കാട്. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ ഒരു തമാശയല്ലേ? നിന്നെ അല്ലാതെ വേറെ ആരെയാ ഞാൻ കെട്ടുക? എടാ, നീ സുധയോട് എന്തൊക്കെയാ പറഞ്ഞത്? അവള് കരഞ്ഞോണ്ട് എന്റെ അടുക്ക വന്നിരുന്നു. അവള് പിണങ്ങുന്നത് കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ അമ്മേ? ദേ വരുന്നുണ്ട്. ഇപ്പൊ ഒരു രസമുണ്ട്. അമ്മ കണ്ടോ? അമ്മ എന്തിനാ വേണ്ടാത്തൊക്കെ ചെന്ന് സുധയോട് പറഞ്ഞു കൊടുത്തത്? അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ പ്രൊഫസറുടെ മകൾ രമണിയെ കല്യാണം കഴിക്കുമെന്ന്. അമ്മേ, രമണിയെ ഞാൻ കെട്ടിയ എന്തൊക്കെ നേട്ടങ്ങളാണെന്നറിയോ? കാറ്, ബംഗ്ലാവ്, സിറ്റിയിൽ ഒരു തിയേറ്റർ, അങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങളാ എനിക്ക് കിട്ടാൻ പോകുന്നതെന്നറിയോ? അമ്മ ഇനി ഒന്നും പറയണ്ട. എന്റെയും രമണിയുടെയും കല്യാണം ഉടനെ നിശ്ചയിച്ചേ പറ്റൂ. നല്ല ഐശ്വര്യമുള്ള കുട്ടി, പിടിപ്പത് പണം, അനന്തന് നന്നായിട്ട് ചേരും. കേശുമ്മവൻ എന്തായി പറയുന്നത്? ഞാനും സുധയായിട്ടുള്ള കല്യാണം എന്നേ നിശ്ചയിച്ചതാ, അല്ലേ അമ്മേ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ ഇറങ്ങട്ടെ. അല്ല, കേശവമാൻ എന്താ ഇവിടെ? അനന്തന് ഒരു ആലോചനയുമായി വന്നതാ. എന്നിട്ട് എല്ലാവരും ഉറപ്പിച്ചു. പഠിപ്പും സൗന്ദര്യമുള്ള 100 കണക്കിന് പെമ്പിള്ളേര് ലക്ഷങ്ങളുമായിട്ട് എന്റെ പിന്നാലെ ക്യൂ നിൽക്കുകയാണ്. പിന്നല്ലേ ഈ പട്ടിക്കാട്. സുധേ, സുധേ. എന്റെ കല്യാണം നിശ്ചയിച്ച കാര്യം നീ അറിഞ്ഞു കാണുമല്ലോ. ദേ, ഇതിനകത്തുണ്ട് അവളുടെ ഫോട്ടോ. എത്ര സുന്ദരിയാണെന്ന് നോക്കിയേ.
നിന്നെ പോലെ കൊരങ്ങച്ചിയൊന്നും അല്ല. എന്നാ നോക്കിയോ. ആ നോക്കൂന്നേ. എനിക്ക് കാണണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ കണ്ടേ മതിയാവും. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അത്ര ഗമയാണെങ്കിൽ കാണണ്ട. തനിക്ക് എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്നാ എടുത്ത് കണ്ടോ. ആ പിന്നെ ഞാനും അമ്മയും കൂടി കല്യാണപ്പുടവയും ആഭരണങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവുക എന്റെ സുന്ദരിക്കുട്ടിക്ക്. മോനെ, സാരിയും ബ്ലൗസും ഒക്കെ നന്നായിരിക്കണം. നീ തന്നെ നോക്കിയെടുത്തോ. ഈ സാരിയും ബ്ലൗസും ഒക്കെ അമ്മ തന്നെ വാങ്ങിച്ചോണം. സുധയുടെ ഇഷ്ടം അമ്മയ്ക്കല്ലേ അറിയൂ. എന്റെ പുന്നാര അമ്മ എന്താന്ന് വെച്ചാ വാങ്ങിച്ചു. നീ പോടാ അവിടുന്ന്. അനന്താ, സ്വപ്നം കണ്ടതൊക്കെ മതി. അല്ല അത് പിന്നെ അമ്മ ഞാൻ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. നീ വാ. നിനക്ക് എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്നാ എടുത്ത് കണ്ടോ. Oh